Welcome back. Today we will focus on velocity and speed. So these are the two terms which are related to motion. So what is speed? It is a time rate of change of distance. സമയത്തിന് ആപേക്ഷികമായിട്ട് ഡിസ്റ്റൻസിന് വരുന്ന മാറ്റത്തെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. സഞ്ചരിച്ച ദൂരം ബൈ സഞ്ചരിക്കാനെടുത്ത സമയം, അതാണ് സ്പീഡ്. ഓർ ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം, അഥവാ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡിൻ്റെ സൂത്രവാക്യം. Then speed, distance is a scalar quantity, time is a scalar quantity. Therefore, speed is also a scalar quantity. ഇനി എന്താണ് ഇതിൻ്റെ യൂണിറ്റ്? നമുക്കറിയാം ഡിസ്റ്റൻസ് മീറ്റർ ആണ്, ടൈം സെക്കൻഡ് ആണ്. Therefore, the unit is meter per second. So, meter by second എന്ന് പറയുന്നതാണ് സ്പീഡിൻ്റെ യൂണിറ്റ്. Then another term is velocity. It is a time rate of change of displacement. So there is a very small difference between speed and velocity. For speed it is a time rate of change of distance, but for velocity it is time rate of change of displacement. അപ്പോൾ ഡിസ്റ്റൻസിന് വരുന്ന മാറ്റത്തെ സ്പീഡ് എന്നും ഡിസ്പ്ലേസ്മെന്റിന് വരുന്ന മാറ്റത്തെ വെലോസിറ്റി എന്നും പറയുന്നു. ഡിസ്റ്റൻസ് നമുക്കറിയാം എന്താണ്, ഒരു വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ച ദൂരമാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഒരു വസ്തുവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ആ ഡിസ്പ്ലേസ്മെന്റിന്റെ സമയത്തിന് ആപേക്ഷികമായിട്ട് വരുന്ന മാറ്റത്തെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. ദെൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു, വി നോ ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഡിവൈഡ് ബൈ time taken for the displacement, or velocity is equal to displacement by time. Then we know displacement is a vector and time is a scalar. Vector by scalar will again give you a vector. Therefore, velocity is a vector quantity. Then again, what is the unit? We know displacement is a distance measurement. Therefore, the unit is meter. For time it is second. Therefore, the unit is meter per second, or meter by second is the unit. Then what is the dimension? Or what is the dimension formula of speed? Distance by time. Distance എന്ന് പറയുമ്പോൾ ഒരു ലെങ്ത് മെഷർമെന്റ് ആണ്. ടൈം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി. സോ എൽ ബൈ ടി ഓർ എൽ ടി റൈസ് ടു -1. So the dimension formula is m raised to 0 L t raised to -1. Now what is the dimensional formula of velocity? So velocity is equal to displacement by time. Displacement is a length measurement. So L by t. So again the dimension is m raised to 0 L t raised to -1. So we can see that in both case the dimension will be same, m raised to 0 L t raised to -1. Now we may just list out the differences and similarities between speed and velocity. ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ 3 പോയിന്റ് എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ഡിഫറൻസുകളാണ്. സ്പീഡിൻ്റെയും വെലോസിറ്റിയും ഡിഫറൻസ് ആണ് ആദ്യത്തെ 3 പോയിന്റ്. ഏതെല്ലാമാണ് ഡിഫറൻസുകൾ? ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനാണ്. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ് സ്പീഡ്. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. ഉപയോഗിച്ച വാചകങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവുക, പക്ഷേ അർത്ഥം ഒന്ന് തന്നെയാണ്. അതുപോലെ സ്പീഡ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, വെലോസിറ്റി വെക്ടറാണ്. ഇനി സ്പീഡ് സ്കേലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിന് പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമുക്കറിയാം സ്കേലാർ മീൻസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് വി വിൽ ടേക്ക്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുള്ളൂ, അളവ് മാത്രമേ എടുക്കുള്ളൂ. അത് പോസിറ്റീവാണ് നമുക്കറിയാം. പക്ഷേ വെക്ടർ ആകുമ്പോൾ അത് പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ സീറോയോ ആകാം. ഇനി എന്തെല്ലാമാണ് അവ തമ്മിലുള്ള സാദൃശ്യങ്ങൾ? രണ്ടിനും ഒരേ യൂണിറ്റ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞ്, മീറ്റർ പെർ സെക്കൻഡ്. ഒരേ ഡയമെൻഷൻ ഫോമുലയാണ് m raised to 0 L t raised to -1. These are the similarities.
ദെൻ യൂണിഫോം സ്പീഡ് ആൻഡ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം ഫിസിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മാറ്റമില്ലാത്തത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ യൂണിഫോം സ്പീഡ് എന്ന് ഉദ്ദേശിച്ചാൽ മാറ്റമില്ലാത്ത സ്പീഡ് അഥവാ സ്പീഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റമില്ലാത്ത വെലോസിറ്റി അഥവാ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ യൂണിഫോം സ്പീഡ്, an object is said to move with a uniform speed if it covers equal distances in equal intervals of time. ഒരു വസ്തുവിന് എപ്പോഴാണ് യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്? അത് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം കവർ ചെയ്യുമ്പോഴാണ്. അതായത് തുല്യ സമയത്ത് തുല്യ ദൂരം കവർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സമയം കാണിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സെക്കൻഡ് അല്ലെ, 0 മുതൽ 1 വരെയാണല്ലോ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം 5 മീറ്റർ ആണ്. രണ്ടാമത്തെ സെക്കൻഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സെക്കൻഡിന് ശേഷം രണ്ടാമത്തെ സെക്കൻഡ് ആകുന്നത് വരെ, അതാണല്ലോ രണ്ടാമത്തെ സെക്കൻഡ്, ഒരു സെക്കൻഡ്. ആ സമയത്തുള്ള ദൂരവും 5 മീറ്റർ ആണ്. ഇനി മൂന്നാമത്തെ ആ ഒരു സെക്കൻഡിൽ മാത്രം സഞ്ചരിക്കുന്ന ദൂരം 5 മീറ്റർ ആണ്. പിന്നെ നാലാമത്തെ ആ ഒരു സെക്കൻഡിലും സഞ്ചരിക്കുന്ന ദൂരം 5 മീറ്റർ ആണ്. അങ്ങനെ എല്ലാ സെക്കൻഡിലും അത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്ന 5 മീറ്റർ മാത്രമാണ്. അങ്ങനെ ആകെ 6 സെക്കൻഡ് ഈ വാഹനം സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ 6 സെക്കൻഡ് കൊണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 5, 10, 15, 20, 25, 30 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അപ്പോൾ 6 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും അത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എത്രയാ? 5 മീറ്റർ ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള മോഷനെയാണ്, സ്പീഡിനെയാണ് യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് കണ്ടു കഴിഞ്ഞു അല്ലേ. 5 മീറ്റർ ആണ് എല്ലാ സമയത്തും ഉള്ള സഞ്ചരിക്കുന്ന ദൂരം. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിലും ഒന്നാമത്തെ ഇൻ്റർവെല്ലാവട്ടെ, രണ്ടാമത്തെ ഇൻ്റർവെല്ലാവട്ടെ, അല്ലെങ്കിൽ മൂന്നാമത്തെ സെക്കൻഡ് ഇൻ്റർവെല്ലാവട്ടെ, എല്ലാ സെക്കൻഡിൻ്റെ ആ ഒരു 1 സെക്കൻഡ് ഇൻ്റർവെല്ലിലും നമുക്ക് കാണാൻ കഴിയും സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 5 മീറ്റർ മാത്രമേ ഉള്ളൂ. അഥവാ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിഫോം സ്പീഡിലാണ് ഈ മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുന്നത്. എല്ലാ സമയത്തും 5 മീറ്ററാണ്. 5 മീറ്റർ എന്ന് പറയുന്ന ആ അകലം മാറുന്നേ ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ എല്ലാ സെക്കൻഡിലും 5 മീറ്റർ ദൂരമാണത് യാത്ര ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സ്പീഡാണ് എന്ത് യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ദെൻ യൂണിഫോം വെലോസിറ്റി. An object is said to move with a uniform velocity if it covers equal displacements in equal intervals of time. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ യൂണിഫോം സ്പീഡുമായിട്ട്. അവിടെ ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അപ്പോൾ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? യൂണിഫോം വെലോസിറ്റി. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഈ സ്കൂട്ടറുകാരൻ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈക്വൽ ഡിസ്റ്റൻസ് 5 മീറ്റർ ഇൻ ഈച്ച് സെക്കൻഡ്, ഓരോ സെക്കൻഡിൽ 5 മീറ്റർ വീതം യാത്ര ചെയ്തു പോകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് നമുക്കിതിൻ്റെ യൂണിഫോം വെലോസിറ്റി എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ആകുമ്പോൾ യൂണിഫോം സ്പീഡിന് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമാണ്. യൂണിഫോം വെലോസിറ്റിക്ക് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമാണ്. അത് ശ്രദ്ധിക്കുക. ഡിസ്റ്റൻസും താഴെ ഡിസ്പ്ലേസ്മെൻറ്റും. ഓക്കെ. ദെൻ നോൺ യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ വേരിയബിൾ സ്പീഡ് ആൻഡ് വേരിയബിൾ വെലോസിറ്റി. നേരത്തെ നമ്മൾ കണ്ടത് യൂണിഫോം സ്പീഡാണ് അഥവാ കോൺസ്റ്റൻറ്റ് സ്പീഡാണ്, വെലോസിറ്റി സ്പീഡ് മാറ്റില്ല. അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയാണ് അഥവാ വെലോസിറ്റിക്ക് മാറ്റില്ല. ഇനി വെലോസിറ്റി മാറുന്ന അവസ്ഥ അതാണെന്ത്? നോൺ യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ വേരിയബിൾ സ്പീഡ്, അതുപോലെ നോൺ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ വേരിയബിൾ വെലോസിറ്റി. വാട്ട് ഈസ് വേരിയബിൾ സ്പീഡ്? An object is said to move with a variable speed if it covers unequal distances in equal interval of time. അതായത് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ എല്ലാ തുല്യ സമയങ്ങളിലും അൺഈക്വൽ ഡിസ്റ്റൻസുകൾ ആണ് കവർ ചെയ്യുന്നതെങ്കിൽ, തുല്യമല്ലാത്ത അകലം, നേരത്തെ നമ്മൾ 5 മീറ്ററാണ് കണ്ടെങ്കിൽ അങ്ങനെ എല്ലാ സെക്കൻഡിലും 5 മീറ്റർ അല്ലാതെ പല പല ഡിസ്റ്റൻസുകൾ കവർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സ്പീഡാണ് എന്ത്? വേരിയബിൾ സ്പീഡ്. ഇവിടെ ഒരു ഉദാഹരണം കാണിക്കാം. ഓരോ സെക്കൻഡിലും ഈ കാണിച്ചിരിക്കുന്ന ഓരോ സെക്കൻഡിലും കവർ ചെയ്യാൻ ദൂരം എന്ന് പറയുന്നത് ഒന്നാമത്തെ സെക്കൻഡിൽ 5 മീറ്ററാണ്,
രണ്ടാമത്തെ സെക്കൻഡിൽ എത്രയായി? 8 മീറ്ററായി. ഇനി മൂന്നാമത്തെ ഒരു സെക്കൻഡിലാണെങ്കിലോ 10 മീറ്റർ. നാലാമത്തെ ആ ഒരു സെക്കൻഡിൽ മാത്രം 4 മീറ്റർ. ഇങ്ങനെ ഓരോ സെക്കൻഡിലും അത് കവർ ചെയ്യുന്ന ദൂരം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇത്തരത്തിലുള്ള മോഷനാണ് എന്ത്? വാരിയബിൾ സ്പീഡ് അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. സഞ്ചരിക്കുന്ന ദൂരം മാറിക്കൊണ്ടേയിരിക്കുന്ന തരത്തിലുള്ള മോഷനാണ് നോൺ യൂണിഫോം സ്പീഡ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ സെക്കൻഡിലുള്ള അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. 5 മീറ്റർ പെർ സെക്കൻഡ്, 8 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്, ഇങ്ങനെ അതിൻ്റെ സ്പീഡ് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാരിയബിൾ സ്പീഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ടേമാണ് വാരിയബിൾ അല്ലെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ വാരിയബിൾ വെലോസിറ്റി? An object is said to move with a variable velocity if it covers unequal displacements in equal intervals of time. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞതിൽ നിന്നും. നേരത്തെ അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ ഇവിടെ അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ്. അതായത് ഓരോ സെക്കൻഡിലും അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് അഥവാ തുല്യമല്ലാത്ത ദൂരങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വെലോസിറ്റിയാണ് എന്ത്? നോൺ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ വാരിയബിൾ വെലോസിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സെക്കൻഡിലുമുള്ള വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അടുത്തൊരു ടെക്നിക്കൽ ടേമാണ് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. നമുക്കറിയാം എപ്പോഴാണ് നമ്മളൊരു ആവറേജ് വാല്യൂ കാണുന്നത്? ആവറേജ് കാണുന്നത് ഒരു വസ്തുവിൻ്റെ വില മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന വില എന്ന് പറയുന്ന ആവറേജ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരു ദിവസത്തെ ടെമ്പറേച്ചർ ചോദിച്ച് നമ്മൾ എന്താ പറയുന്നത്? രാവിലത്തെ ടെമ്പറേച്ചർ അല്ല, ഒരു ദിവസത്തെ പകൽ രാവിലെയുള്ള ടെമ്പറേച്ചർ അല്ല ഉച്ചയ്ക്ക് ഉണ്ടാകുന്നത്, അതല്ല വൈകുന്നേരം ഉണ്ടാകുന്നത്. അപ്പോൾ രാവിലെയുള്ള ടെമ്പറേച്ചറും ഉച്ചയ്ക്കുള്ള ടെമ്പറേച്ചറും വൈകുന്നേരത്തെ ടെമ്പറേച്ചറും മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ ദിവസത്തെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് പറയും? നമ്മൾ രാവിലെയുള്ള ടെമ്പറേച്ചറിൻ്റെയും ഉച്ചയ്ക്കുള്ളതിൻ്റെയും വൈകുന്നേരത്തിൻ്റെയും കൂടി ഒരു ആവറേജ് വാല്യൂ കാണുകയാണെങ്കിൽ നമുക്ക് ആ ദിവസത്തെ ടെമ്പറേച്ചർ പറയാൻ കഴിയും. എന്ന് പറഞ്ഞ പോലെ ആവറേജ് സ്പീഡിൻ്റെയും ആവറേജ് വെലോസിറ്റിയുടെ ആവശ്യപ്പെടാണ്. സ്പീഡും വെലോസിറ്റിയും മാറിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരു വാഹനത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ സ്പീഡോ അല്ലെങ്കിൽ വെലോസിറ്റിയോ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റിയാണ്. സോ ഫസ്റ്റ്, വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ദി കറസ്പോണ്ടിങ് ടൈം ഇൻ്റർവൽ. ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ബൈ ആകെ സഞ്ചരിക്കേണ്ട സമയം, അതാണെന്ത്? ആവറേജ് സ്പീഡ്. ആവറേജ് വെലോസിറ്റി, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ടു ദി കറസ്പോണ്ടിങ് ടൈം ഇൻ്റർവൽ. അപ്പം ആകെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ഇൻ്റർവൽ ആണെന്ത്? ആവറേജ് വെലോസിറ്റി. ഇവിടെയും ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് ആവറേജ് സ്പീഡ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ് ആവറേജ് വെലോസിറ്റി. ഇവിടെ വ്യത്യാസം ഒരു ചെറിയ ഉദാഹരണം വഴി മനസ്സിലാക്കാം. ഒരു വസ്തു എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും സിയിൽ നിന്ന് ഡിയിലേക്കും സഞ്ചരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. Then it travels say 2 meter from A to B, then 3 meter from B to C, and say 4 meter from C to D. Okay. Then what is the average speed? But we should know the time also. So we may assume that the body takes 1 second from A to B, again 1 second from B to C, and finally 2 seconds from C to D. Then what is the average speed? Average speed is equal to total distance by total time. So what is total distance? Distance നമുക്കറിയാം എന്താണ്? What is distance? ഒരു വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാത്ത് ലെങ്തിനെ നമ്മൾ എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എ ടു ബി സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 2 മീറ്റർ. സോ 2 പ്ലസ് ബി ടു സി 3 പ്ലസ് സി ടു ഡി 4 ഡിവൈഡ് ബൈ total time 1 plus 1 plus 2 again 4. So finally this is equal to 3 plus 4 plus 2 is equal to 9 divided by 4, that is equal to say 2.25 meter per second. So this is the average speed. Now we can find the average velocity also. So what is average velocity? It is the total displacement by total time. So what is the total displacement? ഈ തന്നയിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. സോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ആക്ച്വലി?
ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്റ്റാർട്ടിങ് ആൻഡ് ഫിനിഷിംഗ് പോയിന്റ്സ്. ഒരു വസ്തുവിൻ്റെ ആദ്യ ചലിക്കാൻ തുടങ്ങിയ പോയിന്റും ചലനം അവസാനിപ്പിച്ച പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ എ ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഡി ആണ് ഫിനിഷിംഗ് പോയിന്റ്. അപ്പോൾ എയും ഡിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണെന്ത് എല്ലായ്പ്പോഴും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ആൻഡ് വി മേ അസ്യൂം ദാറ്റ് ദ ഡിസ്റ്റൻസ്, ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം എ ടു ഡി ഈസ് അപ്രോക്സിമേറ്റ്ലി 5 മീറ്റർ. അത് 5 മീറ്റർ ഇരിക്കട്ടെ. ദെൻ ഇറ്റ് ഈസ് 5 ബൈ total time is 4, so 5 by 4 that is equal to 1.25 meter per second. So 1.25 meter per second ആണ് ആവറേജ് വെലോസിറ്റി. ഈ രീതിയിലാണ് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും നമ്മൾ കണക്കാക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന ആവറേജ് സ്പീഡിനേക്കാളും കുറവാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ദെൻ മാത്തമാറ്റിക്കലി ഹൗ വിൽ യു റെപ്രസെൻറ്റ് ആവറേജ് സ്പീഡ്? നമ്മൾ സാധാരണ വി എന്ന ലെറ്റർ കൊണ്ടാണ് വെലോസിറ്റിയും സ്പീഡും സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ വി ഇവിടെ നമ്മൾ വി എന്ന് സൂചിപ്പിക്കുന്നത് സ്പീഡിനെയാണ്. അപ്പോൾ വി ആവറേജ്, അതാണ് സ്പീഡിൻ്റെ ആവറേജ്. സ്പീഡ് ആവറേജ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലെങ്കിൽ ടൈം ഇൻ്റർവെൽ. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആകെ സഞ്ചരിച്ച ആ ദൂരമാണ്, അത് കവർ ചെയ്ത ദൂരമാണ്. ഡെൽറ്റ ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട ടൈം ഇൻ്റർവെല്ലാണ്, ആ യാത്രയ്ക്ക് വേണ്ട ടൈം ഇൻ്റർവെല്ലാണ്. ഇനി ആവറേജ് വെലോസിറ്റിക്ക് ആണെങ്കിൽ വെലോസിറ്റി ഈസ് എ വെക്റ്റർ അല്ലേ, വെലോസിറ്റി വെക്റ്ററാണ്. അപ്പോൾ നമ്മൾ വി എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെക്റ്റർ സൈൻ ഇടും, ഒരു ആരോ മാർക്ക് ഇടും. അപ്പോൾ വി എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ആരോ മാർക്ക് ഇട്ടാൽ അത് വെക്റ്ററായി. വി ഈസ് എ വെക്റ്റർ. അപ്പോൾ വി വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? അത് സ്പീഡല്ല, വെലോസിറ്റിയാണ്. അപ്പോൾ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? അത് വെലോസിറ്റിയാണ്. ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ആ വി എന്ന് പറയുന്ന ലെറ്റർ ബോൾഡാക്കി എഴുതുന്നുള്ളതാണ്. പക്ഷേ എഴുതുന്ന സമയത്ത് ബോൾഡാക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ലെറ്ററിൻ്റെ മുകളിൽ ഒരു ആരോ മാർക്ക് കൊടുക്കുക. ആ ആരോ മാർക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു വെക്റ്റർ ആണെന്നുള്ളതാണ്. അപ്പോൾ വെക്റ്റർ വി ആവറേജ് അഥവാ വെലോസിറ്റി ആവറേജ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. പക്ഷേ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ എക്സ്, അതൊരു വെക്റ്ററാണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആരോ മാർക്ക് കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ എക്സ് ഓർ വെക്റ്റർ ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡെൽറ്റ വെക്റ്റർ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അതാണ് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ. Then instantaneous speed and instantaneous velocity. So instantaneous means related to a particular instant of time. ഏതെങ്കിലും പ്രത്യേക സമയത്തെ ബാധിക്കുന്നത്, അതാണ് ഇൻസ്റ്റന്റേനിയസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ വാട്ട് ഈസ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്? ഇറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് an object at a particular instant of time. Okay. The speed of an object at a particular instant of time is called instantaneous speed. The instantaneous velocity. The velocity of an object at a particular instant of time is called instantaneous velocity. അതായത് ഒരു പ്രത്യേക സമയത്തെ സ്പീഡിനെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്നും ഒരു പ്രത്യേക സമയത്തെ വെലോസിറ്റിയെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നും പറയും. ഇപ്പം നമ്മൾ നേരത്തെ നോൺ യൂണിഫോം സ്പീഡൊക്കെ പറഞ്ഞ സമയത്ത് കണ്ടു. ഫോർ എക്സാമ്പിൾ യൂണിഫോം സ്പീഡിൻ്റെ സമയത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഓരോ സെക്കൻഡിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ ഒന്നാമത്തെ സെക്കൻഡിലെ അല്ലെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡിലെ മൂന്നാമത്തെ സെക്കൻഡിലെ അതെല്ലാം ആ ഒരു പ്രത്യേക സമയത്ത് മാത്രം സ്പീഡ് എത്രയായിരുന്നു? 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. സോ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓർ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് ദി തേർഡ് സെക്കൻഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അല്ലേ. ഇനി അതേസമയം നോൺ യൂണിഫോം സ്പീഡിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ഫസ്റ്റ് സെക്കൻഡിൽ 5 മീറ്റർ ആയിരുന്നെങ്കിൽ അടുത്ത സെക്കൻഡിൽ അത് 8 മീറ്ററായി മാറി. അപ്പോൾ സ്പീഡ് അറ്റ് ദി ഫസ്റ്റ് സെക്കൻഡ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്, ബട്ട് സ്പീഡ് അറ്റ് ദി സെക്കൻഡ് ഈസ് 8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിലെ സ്പീഡ് 8 മീറ്റർ, ഒന്നാമത്തെ സെക്കൻഡിലെ സ്പീഡ് 5 മീറ്റർ. അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് മാത്രം സ്പീഡോ വെലോസിറ്റിയോ പറയുന്നതിനാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ്
സ്പീഡ് എന്ന് പറയാറുള്ളത്. സോ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി അല്ലേ. പക്ഷേ ഇൻസ്റ്റൻറ്റേനിയസ് ആണ്, അതായത് ഒരു പ്രത്യേക സമയത്ത് മാത്രം സ്പീഡാണ്. അപ്പോൾ ഒരു പ്രത്യേക സമയം എന്ന് പറയുന്ന സമയത്ത് ആ സമയം വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക നിമിഷത്തെ സ്പീഡാണെന്ത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. അപ്പോൾ ഒരു നിമിഷം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ വളരെ ചെറിയ ഒരു സംഖ്യയാണ്. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം ഇൻ്റർവൽ എത്രത്തോളം ചെറുതാക്കാൻ കഴിയുമോ അത്രത്തോളം ചെറുതാകുമ്പോഴാണ് ആ സ്പീഡ് എന്തായിട്ട് മാറുന്നത്, ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡായിട്ട് മാറുന്നത്. അപ്പോൾ ഡെൽറ്റ ടി നമുക്ക് എത്ര വരെ ചെറുതാക്കാൻ പറ്റും? 0 ആക്കാൻ പറ്റില്ല, പക്ഷേ 0ൻ്റെ തൊട്ടടുത്ത് വരെ എത്തിക്കാൻ പറ്റും അല്ലേ. അപ്പോഴാണ് ആ ഡെൽറ്റ ടി ഏറ്റവും ചെറുതാകുന്നത്. അങ്ങനെ 0ൻ്റെ ഏറ്റവും അടുത്ത് എത്തിക്കുന്ന വാല്യൂ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നാണ്. ഇതിൻ്റെ മീനിങ് നമ്മൾ ഡെൽറ്റ ടിക്ക് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അത് എന്താണ്? ആ ഡെൽറ്റ ടി 0ത്തിന് സമീപം വരെ എത്താം. 0 ആവില്ല, ഡെൽറ്റ ടി ടെൻസ് ടു 0, അത് 0ൻ്റെ അത്രത്തോളം സമീപത്തോളം ചെറുതാകാം. 0 അല്ല, പക്ഷെ 0ൻ്റെ അടുത്ത് വരെ എത്തുന്ന അത്രയും ചെറിയ വാല്യൂ ആണ് ഡെൽറ്റ ടിക്കുള്ളത് എന്ന് പറയുന്ന സമയത്താണ് നിമിഷം എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നുള്ളൂ. അപ്പോൾ അത്രയും ചെറിയ വിലയാണ് സമയത്തിനുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. നമ്മളതിനെ ഡി എക്സ് ബൈ ഡി ടി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇവിടെ നമുക്കറിയാം ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി, പക്ഷേ എക്സ് എന്താണ്? ഒരു വെക്ടറാണ്. വീണ്ടും എന്ത് ചെയ്യണം? ഈ സമയത്ത് നമ്മൾ ഡെൽറ്റ ടിയെ മാക്സിമം അതിൻ്റെ ഏറ്റവും ചെറിയ വിലയിലേക്ക് കൊടുക്കണം. അപ്പോൾ ഡെൽറ്റ ടിക്ക് കൊടുക്കുന്ന ഏറ്റവും ചെറിയ വില എന്ന് പറയുന്നത് അത് 0 ചേർന്ന് നിൽക്കുന്ന ഒരു വിലയാണ്. അപ്പോൾ നമുക്ക് പറയാം ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, അഥവാ ടിയുടെ വില എന്ന് പറയുന്നത് 0 ചേർന്ന് നിൽക്കുന്ന ഒരു വിലയാണ്. ഇത് നമുക്കിങ്ങനെ മാറ്റി എഴുതാം ഡി എക്സ് ബൈ ഡി ടി, ബട്ട് വേർ എക്സ് ഈസ് എ വെക്റ്റർ. ഈ രീതിയിൽ നമുക്കിതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ പറയുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും വെലോസിറ്റിയും മാറുന്നത് നമുക്ക് നോക്കാം. സോ കൺസിഡർ എ ബോഡി വിച്ച് ഈസ് മൂവിങ് എലോങ് എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയെ സങ്കല്പിക്കുക. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. Now we may find the speed and velocity at different points at a different interval of time. Okay, and the body is in uniform motion. The body is in uniform motion with a speed of say 5 meter per second. 5 മീറ്റർ പെർ സെക്കൻഡിലാണ് ഈ വസ്തുവിൻ്റെ ഈ യാത്ര, ഈ സർക്കുലർ പാത്തിലുള്ള യാത്ര എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ്. അപ്പോൾ നമുക്കതിന് എ എന്നൊരു പോയിന്റിൽ, ഈ പോയിന്റില്ല, നമുക്ക് ഈ ഒരു പോയിന്റിലായിട്ട് നമുക്ക് അതിൻ്റെ സ്പീഡും വെലോസിറ്റിയും കണ്ടു നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ വേഗതയുടെ ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്, V1 എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഡയറക്ഷൻ നമ്മൾ കാണുന്ന ഒരു ടാൻജൻറ്റ് വരച്ചിട്ടാണ്. എങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കുന്നത്? ഇവിടെ റേഡിയസിന് സങ്കല്പിക്കുക, റേഡിയസ് ഇങ്ങനെ ഇങ്ങോട്ടുണ്ട് സങ്കല്പിക്കുക, അവിടുന്ന് 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈൻ അത് ഇതിൻ്റെ ടാൻജൻ്റ് ആയിരിക്കും. ഇനി എ എന്ന് പറയുന്ന പോയിന്റിലെ സ്പീഡ് എന്താണ്? നേരത്തെ പറഞ്ഞു അത് യൂണിഫോം മോഷനാണ്, 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്കേലർ ക്വാണ്ടിറ്റി, അതിന് അളവ് മാത്രമേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വെലോസിറ്റി എന്താണ്? വെലോസിറ്റി എന്താണ്? വെലോസിറ്റി ഈസ് എ വെക്റ്റർ, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്, അതിന് അളവുമുണ്ട് ദിശയുണ്ട്. അളവ് എത്രയാണ്? ഈ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ അളവ്. ദിശ എന്ന ഡയറക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ഡൗൺവാർഡ്, റൈറ്റ്? അപ്പോൾ at A, the speed is 5 meter per second, but velocity is 5 meter per second downward. ഇനി ഇതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് വെലോസിറ്റി സ്പീഡ് കണ്ടു നോക്കാം. ലെറ്റ് ഇറ്റ് ബി V2. ഇനി അവിടെ എന്താണ് സ്പീഡ് വരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ 5 മീറ്റർ പെർ സെക്കൻഡ്. കാരണം എന്താ? എല്ലായ്പ്പോഴും അളവ് മാത്രമാണ് സ്പീഡിൽ പരാമർശിക്കാറുള്ളൂ, 5 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി എന്താണ്? ഇറ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് ടുവാർഡ്സ് റൈറ്റ്, വലത് ഭാഗത്തേക്ക്. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ പറയണം. കാര്യം എന്താ? വെലോസിറ്റി ഈസ് എ വെക്റ്റർ, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. സോ വി ക്യാൻ സീ ദാറ്റ് വെലോസിറ്റി ചേഞ്ചസ് ഫ്രം എ ടു ബി, റൈറ്റ്? വെലോസിറ്റി ഈസ് ഡൗൺവാർഡ് അറ്റ് എ, ബട്ട് ഇറ്റ് ഈസ് ടുവാർഡ്സ് റൈറ്റ് അറ്റ് ബി. Then similarly we can find this speed and velocity at B, at C and D also. And in all these points we can see that the direction is changing, or the directions are changing. That means even though the motion
is uniform with a speed of 5 meters per second, the velocity changes from point to point. So, for uniform circular motion, speed is always constant, but velocity changes from point to point. അപ്പോൾ ഇതിൻ്റെ വേഗത എല്ലായ്പ്പോഴും 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് വെലോസിറ്റി മാറുന്നത്? വെലോസിറ്റി മാറാൻ കാരണം അതിൻ്റെ ഡയറക്ഷൻ മാറുന്നതുകൊണ്ടാണ്. കാരണം വെലോസിറ്റി ഒരു വെക്ടറാണ്. ഒരു വെക്ടറിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം മാറിയാൽ ആ വെക്ടർ മാറും, ഡയറക്ഷൻ മാത്രം മാറിയാലും വെക്ടർ മാറും, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറിയാലും വെക്ടർ മാറും. ഇവിടെ നമുക്ക് ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ, അതുകൊണ്ട് വെക്ടർ മാറുന്നു അഥവാ വെലോസിറ്റി മാറുന്നു പറയാം. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു നമുക്ക് ഇവിടെ പറയാൻ കഴിയും. നെക്സ്റ്റ് പൊസിഷൻ ടൈം ഗ്രാഫ്. നമുക്ക് ഒരു വസ്തുവിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനവും സമയവും തമ്മിൽ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. മോഷനെ നമുക്ക് എല്ലായ്പ്പോഴും ഗ്രാഫ് വഴി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അത് പൊസിഷൻ ടൈം, സ്ഥാനവും സമയവും തമ്മിൽ ബന്ധിപ്പിച്ച് നമുക്ക് ഒരു വസ്തുവിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ബോഡി അറ്റ് റെസ്റ്റ്, ഒരു ദിവസം നിശ്ചലാവസ്ഥയിലാണെങ്കിൽ, ഒരു ദിവസം നിശ്ചലാവസ്ഥയിൽ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ സ്ഥാനം മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എക്സ് ടി ഗ്രാഫാണ്. പൊസിഷൻ എക്സും ടൈമും ടിയും ആണ്. അതാണ് എക്സ് ടി ഗ്രാഫ്. അപ്പോൾ ടൈം നമുക്ക് 0, 1, 2, 3, 4 എന്നിങ്ങനെ സെക്കൻഡ്സ് എടുക്കാം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 5 മീറ്റർ മാറി ഒരു വസ്തുവിൻ്റെ സങ്കല്പിക്കാം. ഒന്നാമത്തെ സെക്കൻഡിൽ ആ വസ്തു അവിടെ തന്നെയുണ്ട്. രണ്ടാമത്തെ സെക്കൻഡിലും മൂന്നാമത്തെ സെക്കൻഡിലും നാലാമത്തെ സെക്കൻഡിലും എല്ലാം ആ വസ്തു നമ്മൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും 5 മീറ്റർ അകലെ മാറി തന്നെയുണ്ട്. ഇതാണ് അതിന് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറി 5 മീറ്റർ മാറി ആ വസ്തു അവിടെ തന്നെയുണ്ട്. സമയം കഴിയും തോറും ആ വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളുടെ ഒരു എക്സ് ടി ഗ്രാഫിൻ്റെ ഷേപ്പാണ് കാണിച്ചത്. ഇപ്പോൾ ഉദാഹരണം നമുക്കിവിടെ 1, 2, 3 സമയം കാണിക്കാം. അതുപോലെ സമയം നമുക്ക് എക്സ് നമുക്ക് 5 മീറ്റർ അവിടെയും കാണിക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്റ്റാർട്ടിങ്ങിൽ 5 മീറ്റർ അകലെയാണ്. ഒന്നാമത്തെ സെക്കൻഡിലും അത് 5 മീറ്ററിലുണ്ട്. രണ്ടാമത്തെ മീറ്ററിലും മൂന്നാമത്തെ മീറ്ററിലും എല്ലാം അത് 5 മീറ്റർ അകലെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇതാണ് എക്സ് ടി ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന സമയത്തുള്ള എക്സ് ടി ഗ്രാഫിൻ്റെ ഷേപ്പാണിത്. ഇങ്ങനെ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. 1, 2, 3, 4 എന്ന 5 ഒന്നും ഇവിടെ വരച്ച് കാണിക്കാൻ പാടില്ല. അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ എഴുതി തരുന്നു. അടുത്തത് യൂണിഫോം മോഷൻ. ഒരു യൂണിഫോം മോഷൻ്റെ കേസിൽ എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ്? യൂണിഫോം മോഷൻ നമ്മൾ എടുക്കുന്നത് 5 മീറ്റർ പെർ സെക്കൻഡാണ്. 5 മീറ്റർ പെർ സെക്കൻഡിലൊരു യൂണിഫോം മോഷനാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അഥവാ ഒരു സെക്കൻഡിൽ 5 മീറ്റർ മാത്രം യാത്ര ചെയ്യുന്ന ഒരു യൂണിഫോം മോഷൻ. അപ്പോൾ വീണ്ടും നമുക്ക് സ്റ്റാർട്ടിങ് ടൈം t=0 ആണ് സ്റ്റാർട്ടിങ് ടൈം. ആ സമയത്ത് വസ്തുവിൻ്റെ സ്ഥാനം 0 തന്നെയാണ്, മൂവ് ചെയ്തിട്ടില്ല. പക്ഷേ സമയം 1 സെക്കൻഡ് ആയപ്പോഴേക്കും അത് ഒരു 5 മീറ്റർ മൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ആയപ്പോഴേക്കും 5 മീറ്റർ മൂവ് ചെയ്തു. അപ്പോൾ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? അത് ആകെ 10 മീറ്റർ ദൂരം സഞ്ചരിച്ചു. മൂന്നാമത്തെ സെക്കൻഡിലും, അതായത് 2 കഴിഞ്ഞ് 3 ആകുന്ന ആ ഒരു സെക്കൻഡിലും അത് 5 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ മൂന്നാമത്തെ സെക്കൻഡ് ആകുമ്പോഴേക്കും ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? 15 മീറ്റർ സഞ്ചരിച്ചു. നാലാമത്തെ ഒരു സെക്കൻഡ്, അതായത് 3 കഴിഞ്ഞ് 4 ആകുന്ന ഈ ഒരു ഇൻ്റർവെല്ല്, അപ്പോൾ 3 to 4 വരുന്ന ആ ഒരു സെക്കൻഡിലും എത്ര സ്പീഡ് വരുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡാണ് അല്ലേ? എത്ര സ്പീഡ്? 5 മീറ്റർ പെർ സെക്കൻഡാണ്. ഓരോ സെക്കൻഡിലും 5 മീറ്ററാണ്. അപ്പം 3 കഴിഞ്ഞ് 4 ആകുന്ന ആ ഒരു സെക്കൻഡിലും ഉള്ള ദൂരം എത്രയാണ്? 5 മീറ്ററാണ്. അപ്പോൾ 15ൻ്റെ കൂടെ ഒരു 5ഉം കൂടെ ചേരുമ്പോൾ എത്രയായി? 20 മീറ്ററായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റ. ഇതിൻ്റെ ഗ്രാഫ് ഈ ഷേപ്പിലാണ് കിട്ടുന്നത്. ഇതെങ്ങനെ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് വീണ്ടും സമയം 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ പൊസിഷൻ ആണെങ്കിൽ 5, 10, 15 എന്ന് മാർക്ക് ചെയ്യാം. ഇനി 1 സെക്കൻഡ് ആകുന്ന സമയത്ത് എവിടെയാണ്? 1 സെക്കൻഡും 5ഉം കൂടെ മീറ്റ് ചെയ്യുന്ന ഇവിടെയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടും. പിന്നെ 2 സെക്കൻഡ് ആകുമ്പോഴോ 10ലാണ്. അപ്പോൾ 2ഉം 10ഉം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അപ്രോക്സിമേറ്റ്ലി ഇവിടെ വരും. പിന്നെ 3യും 15ഉം അല്ലെ? 3യും 15ഉം കൂടെ അപ്രോക്സിമേറ്റ്ലി ഇവിടെ മീറ്റ് ചെയ്യുന്നു. പിന്നെ 4ഉം 20യും കൂടെ മീറ്റ് ചെയ്യുന്നു അപ്രോക്സിമേറ്റ്ലി. ഇനി എല്ലാ പോയിന്റും കൂടി ചേർത്ത് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ രീതിയിൽ സ്ട്രേറ്റ് ലൈൻ കിട്ടും. അതാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം 3യും 4ഉം 5ൻ്റെ ആവശ്യമില്ല, നമ്മൾ ഈ ഷേപ്പ് മാത്രം കാണിച്ചാൽ മതി. ഇതാണ് ഒരു യൂണിഫോം മോഷനിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ. Now similar to this uniform motion, there will be non-uniform motion. അപ്പോൾ എന്താണ് non-uniform motion? A non-uniform motion means the speed is not a constant. The speed is changing or the velocity is changing.
So when the velocity is changing, it has another name. It is called acceleration or retardation. When the velocity is increasing, it is called acceleration. When the velocity is decreasing, it is called retardation or deceleration. So we will learn about velocity and acceleration in the next class. Thank you for watching.